ഐമാക്സ് കേരളത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയട്ടെ. തിയേറ്റർ കിട്ടിയപ്പോൾ സിനിമയില്ല. ഐമാക്സ് കേരളത്തിലുള്ള 2 വെന്യൂസ്, ഐമാക്സ് ട്രിവാൻഡ്രം ഡ്യുവൽ ജീനോൺ ആയിക്കോട്ടെ, ഐമാക്സ് ലേസർ കൊച്ചി ആയിക്കോട്ടെ, ഇവർക്കൊന്നും മര്യാദക്കുള്ള കോണ്ടന്റ് കിട്ടുന്നില്ല. ഇവിടെ ഐമാക്സ് എന്തിനാ കൊണ്ടുവന്നത്? ഭോജ്പൂരി ലെവൽ പടം കാണിക്കാനാ? തെലുങ്ക് പടം കാണിക്കാനാ? ഇതിനാണ് ഐമാക്സ് ഇവിടെ കൊണ്ടുവന്നത്. ഐമാക്സിന് വേണ്ടി ഐമാക്സ് ക്യാമറയിൽ ചിത്രീകരിച്ച സിനിമകളൊക്കെ എവിടെ? ഇന്റർസ്റ്റെല്ലാർ റീ റിലീസ് എവിടെ? നോസ്ഫെററ്റു എന്നുള്ള സിനിമ ഐമാക്സ് ക്യാമറ കൊണ്ട് ചിത്രീകരിച്ച് അത് US തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയ്ക്ക് ഇവിടെ ഐമാക്സ് തിയേറ്ററിൽ റിലീസില്ല. എന്ത് കോമാളിത്തരമാണ് ഐമാക്സ് ഇന്ത്യ ഗ്രൂപ്പ് കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർക്ക് എന്ത് പടം കാണണമെന്ന് ആഗ്രഹമുണ്ടോ അത് കാണിക്കില്ല. ബാക്കി എല്ലാ സിനിമയും കൊണ്ടുവന്ന് ഐമാക്സിൽ നിരത്തിയിടുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ മറ്റേ രോഹിത് ഷെട്ടിയുടെ പടങ്ങളും അല്ലെങ്കിൽ പുഷ്പ 2 പോലെയുള്ള സിനിമകളും ശങ്കറിൻ്റെ ഇന്ത്യൻ 2 അല്ലെങ്കിൽ ഗെയിം ചേഞ്ചർ പോലെയുള്ള പടങ്ങളല്ല എനിക്ക് ഐമാക്സിൽ കാണാൻ ആഗ്രഹം. അത് ഞാൻ കണ്ടോളാം, അത് ഇറക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഐമാക്സിൽ ഏത് സിനിമ ഇറങ്ങിയാലും ചെന്ന് കാണാൻ റെഡിയാണ്. പക്ഷേ ഐമാക്സിന് വേണ്ടി ചിത്രീകരിച്ച ഐമാക്സ് സിനിമകൾ കാണിക്കണ്ടേ? നിങ്ങൾ എന്താ കാണിക്കണത്? പുട്ടുകുറ്റി ഉണ്ടായിട്ട് പുട്ടുണ്ടാക്കണതിന് വരെ ദോശ ഉണ്ടാക്കി ചുരുണാണോ നിങ്ങൾ ചെയ്യണത്? എനിക്ക് മനസ്സിലാവണല്ല. ഇത് നല്ലൊരു പീരങ്കി ഉണ്ടായിട്ട് അതിനകത്ത് മുത്തിട്ട് പൊട്ടിക്കുകയാണ്. ഞാനിത് പറഞ്ഞ് എനിക്ക് മടുത്ത്. ഇത്രയും നല്ല തിയേറ്ററും വെന്യൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പോപ്കോണും വിറ്റ് ഇതൊക്കെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ പ്രോപ്പർ കോണ്ടന്റ് ഇല്ല. ഞാൻ PVRനെയോ അല്ലെങ്കിൽ സിനിപോളിസിനോ ഇക്കാര്യത്തിൽ ഞാൻ കുറ്റം പറയില്ല. കാരണം അവർക്ക് കോണ്ടന്റ് കൊടുത്താലേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഐമാക്സ് ഇന്ത്യയുടെ ഗ്രൂപ്പൊക്കെ എടുത്ത് നോക്കിയാലേ വൻ കോമഡിയാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവർ ഐമാക്സിനെ പറ്റി കുറെ പ്രസംഗിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സ്, സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് കുറേ പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. കോമാളി വീഡിയോസാണ് എൻ്റെ അഭിപ്രായത്തിൽ. വേറെ ലെവൽ കോമാളി വീഡിയോ. നിങ്ങൾ പുഷ് ചെയ്യുന്ന സിനിമകൾ പുഷ്പ 2, ഗെയിം ചേഞ്ചർ സാധനങ്ങളൊക്കെയാണ്. അന്ന് അതൊന്നും അല്ല ഐമാക്സ് എക്സ്പീരിയൻസ് നൽകുന്ന മൂവീസ്. പ്രോപ്പർ ഫുൾ സ്ക്രീൻ ഫ്ലാറ്റ് റേഷ്യോയിലുള്ള സിനിമകളല്ലേ പുഷ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്തുകൂട്ടാണ് ഈ കാണിക്കണത്? പുഷ്പ 2 ആണ് ഐമാക്സിന് വേണ്ടി ഉണ്ടാക്കിക്കണ സിനിമ. പുഷ്പ 2 ഐമാക്സ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നണത്. പുച്ഛം. ഐമാക്സ് കോർപ്പറേഷൻ ഇത് വല്ലതും അറിയുന്നുണ്ടാ? അവരുടെ ഇന്റർനാഷണൽ പേജൊന്നും നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ എന്ത് ക്വാളിറ്റി ആണെന്നുള്ള? ഇവിടെ ഒരു ബന്ധമില്ലാത്ത കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട്, സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, അവർക്ക് ഐമാക്സ് എന്താന്ന് പോലും അറിയില്ല. തത്തമ്മ പൂച്ച എന്ന് പറയണ പോലെ കുറച്ച് സാധനങ്ങൾ ടെംപ്ലേറ്റ് മുകളിൽ അടിച്ചു വിടുന്നല്ലാണ്ട് തിയേറ്ററിനെ പറ്റി വീഡിയോ ചെയ്യുന്ന ആരെങ്കിലോ അല്ലെങ്കിൽ ഐമാക്സിനെ പറ്റി വിവരമുള്ള ആരെങ്കിലോ, അതുമല്ല ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും കൊണ്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും ക്വാളിറ്റി ഉണ്ടാവും. എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള, ഇവിടെ എന്തോരം നോർത്ത് ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്തോരം പേരുണ്ട് സിനിമേനെ പറ്റി അഭിപ്രായം പറയുന്നവർ, തിയേറ്റർ വ്ളോഗ്സ് ചെയ്യുന്നവർ. ഇവരെ ആരെങ്കിലും വെച്ചിട്ട് വേണ്ടേ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യാനായിട്ട്? ഇത് ഐമാക്സ് എന്താ, ഫ്ലാറ്റ് റേഷ്യോ എന്താ, സ്കോപ്പ് എന്താ, ഐമാക്സ് എക്സ്പീരിയൻസ് എന്താ, ഐമാക്സ് DMR എന്താ, ഒരു കിണ്ടി അറിയാൻ പാടാത്ത നിങ്ങളെ കൊണ്ടിട്ട് വീഡിയോ ചെയ്യിപ്പിക്കും. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐമാക്സ് ഇന്ത്യയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറഞ്ഞാൽ ബഫൂണറിയാണെന്ന് ഞാൻ പറയും. ഞാനത് പറയും. കാരണം ഐ എം എ സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റർ. അതുകൊണ്ട് പ്രൊഫഷൻ അതായതുകൊണ്ട് ഞാൻ പറയും, വൻ കച്ചറയാണ് നിങ്ങളുടെ പേജ് എന്ന് ഞാൻ തുറന്നടിച്ച് പറയുകയാണ്. എൻ്റെ അഭിപ്രായമാണത്. വളരെ ബോറിംഗ് പേജാണ്, വളരെ ശോകം. ഒരുമാതിരി നാടക ലെവലിൽ കുറേ റീൽസും കച്ചറ കോണ്ടൻസുമാണ് നിങ്ങൾ ഇടാറുള്ളത്. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് നിങ്ങളുടെ എന്ന് ഞാൻ പറയും. ഐമാക്സ് ഇന്ത്യയുടെ ഞാനത് പറയും. നിങ്ങൾ ഐമാക്സ് ഗ്ലോബലിലെ പേജ് എടുത്ത് നോക്ക്, അപ്പം മനസ്സിലാവും വ്യത്യാസം എന്താണെന്നുള്ളത്. പുറം രാജ്യത്തൊക്കെ ഉണ്ടല്ലോ, ഒരു സിനിമയുടെ പ്രീമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകളും സിനിമയുടെ റിവ്യൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ സിനിമ കണ്ടൻസ് ചെയ്യുന്നവരോ അങ്ങനെയുള്ള ആളുകളെ, അല്ലെങ്കിൽ തിയേറ്റർ വ്ളോഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളൊക്കെയാണ് ഒരു പ്രീമിയറിന് ഇൻവൈറ്റ് ചെയ്യണത്. ഇവിടെ കുറേ ചക്കക്കുരു പോലെ കുറേ ഫോളോവേഴ്സുള്ള കുറേ ഇതായിട്ട് ഒരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ നടനെന്നോ അല്ലെങ്കിൽ എന്താണ് ഐമാക്സ് എന്നോ അല്ലെങ്കിൽ ഒരു കാണാൻ അറിയാൻ പാടാത്ത ടീമുകളൊക്കെയാണ് പ്രീമിയറിന് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവരവിടെ ചെന്നിട്ട് വായിക്ക് തോന്നി കോതക്ക് പാട്ട് പറയും.
ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളും. സീറ്റ് അങ്ങനെയാണ് ഇങ്ങനെ. എവിടെ ഐമാക്സിൻ്റെ സീറ്റാണോടോ പ്രാധാന്യം? പുറം രാജ്യത്തേക്ക് നിങ്ങളൊന്ന് നോക്ക്, പ്രൊജക്ടർ, സ്ക്രീൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. എന്താണ് ഐമാക്സ്? ഐമാക്സിൻ്റെ എക്സ്പാൻഷൻ എന്താ? ഇമേജ് മാക്സിമം. അതുപോലും അറിയാൻ പാടാത്ത കുറേ കോണച്ച ടീമിനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചേക്കണതും. അത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു തിയേറ്റർ ആരാധകനും പൊളിഞ്ഞേറി വരും. ഞാൻ തിയേറ്റർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇന്ത്യ എമ്പാടും പല ഐമാക്സുകളിൽ പോയി സിനിമ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. തിയേറ്റേഴ്സ് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കതൊന്നും കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ആസ് എ റെസ്പോൺസിബിൾ ക്രിയേറ്റർ ഞാൻ എൻ്റെ ഒപ്പീനിയൻ എൻ്റെ ഈ ചാനലിൽ ഞാൻ പറയണം. കാരണം നല്ല പോഴത്തരം, അങ്ങനെ വേണം പറയാൻ, നല്ല മീഡിയോക്കർ അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല, അതിനും താഴ്ന്ന കാച്ചറ കോണ്ടൻസ്, ഐമാക്സിൻ്റെ പേര് നശിപ്പിക്കുന്ന കോണ്ടൻസ് ആണ് ആ പേജിൽ വരുന്നത്. ഇതൊക്കെ കൂടാതെയാണ്, ഇതൊക്കെ വിടട്ടെ, അതെൻ്റെ പ്രൊഫഷണൽ സൈഡിൽ നിന്ന് ഞാൻ പറയണമെന്ന് പറയാം. ഇവിടെ തിയേറ്റർ ഉണ്ടായിട്ട് അവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന സിനിമകൾ എന്തൊക്കെയാണ്? നിങ്ങൾ കളിപ്പിച്ച് ഇവിടുത്തെ റീജിയണൽ മൂവീസ് തള്ളിക്കയറ്റി എന്ത് തേങ്ങ വേണം ചെയ്യുക, DMRന് പൈസയും മേടിച്ചിട്ട് നിങ്ങൾ ഷോ ഇട്ടോ, 1-2 ഷോ ഇടും. ഇതല്ല ഞാൻ പറയണം, തിരിച്ചും ചെയ്തോ. നിങ്ങൾ അതിന് വേണമെങ്കിൽ 3 ഷോ ഇട്ടോ, 2 ഷോ അല്ലെങ്കിൽ 1 ഷോ മര്യാദക്കുള്ള ഐമാക്സ് മൂവീസിന് തന്നൂടെ. ഇൻഡർസ്റ്റെല്ലാർ എവിടെയാണ് റീ റിലീസ്? ലോകത്തുള്ള ബാക്കി എല്ലാ ഐമാക്സ് തിയേറ്ററിലും ഇൻഡർസ്റ്റെല്ലാർ റീ റിലീസ് ചെയ്ത്, ഇന്ത്യയിലില്ല. ഓൾറെഡി നിങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ബാംഗ്ലൂരിലുള്ള ആൾക്കാരോട് ചോദിക്കി, എന്തോരം പേര് അവിടെ കിടന്ന് കരഞ്ഞ് പറയണം അവിടുത്തെ ഐമാക്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ലേസർ ആക്കുന്നൊക്കെ. എന്തോരം ഫുട്ഫോൾസ് ഉള്ള തിയേറ്ററാണ്. തൊട്ടിട്ടില്ല, അവിടെ കൈ വെച്ചിട്ടില്ല. ഇപ്പോഴിവിടെ സീനോ പ്രൊജക്ഷനിൽ അവർ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മാതിരി ഫുട്ഫോൾസ് ഉണ്ടായിട്ടും അനങ്ങിയിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? കസ്റ്റമർ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ? ഐ ഡൗട്ട് ഇറ്റ്. കാരണം ഞങ്ങളിവിടെ ഐമാക്സ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഉൾപ്പെടെ നിരാശയുടെ കൊടുമുടി കയറിയിരിക്കുകയാണ്. നോസ്ഫെററ്റു എന്നുള്ള സിനിമ എങ്കിലും ഐമാക്സിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു വിചാരിച്ചപ്പോഴേക്കും അതുമില്ല. അതിവിടെ കളിക്കുന്ന സാധാ തിയേറ്ററിലൊക്കെ 1 ഷോ 2 ഷോ ഫ്ലാറ്റ് സ്ക്രീനിലൊക്കെ ഞാൻ നോക്കിയപ്പോഴേക്കും നാളെ ആ സിനിമയുടെ ഇന്ത്യൻ റിലീസാണ്. എന്നിട്ട് ആകെ തിയേറ്റർ PVRൽ മാത്രമുണ്ട്, അതും 1 ഷോ. അത് അവരെങ്കിലും കൃത്യമായിട്ട് ഫ്ലാറ്റിൽ ഇട്ടിട്ടുണ്ട്. പറഞ്ഞാണെങ്കിൽ അവർ വരെ നന്നായി. നിങ്ങൾ എന്താണ് നന്നാവത്? ഇത്രയും പൈസ മുടക്കി ഇവർ നിങ്ങളുടെ സർവീസസ് ഒക്കെ എടുത്ത് ഐമാക്സിൻ്റെ സെർവറും റെൻ്റ് ഔട്ട് ചെയ്തൊക്കെ ചെയ്തിട്ട് നിങ്ങളെന്ത് ഈ പ്രോപ്പറായിട്ട് കോണ്ടന്റ് കൊടുക്കാത്ത? നിങ്ങൾക്ക് കിട്ടാത്തതാണെന്നൊന്നും പറയാൻ നിൽക്കരുത്. ഡ്യൂൺ പാർട്ട് 1 and 2 റീ റിലീസ് ചെയ്ത് നോക്കുക, എന്തോരം പേര് കാണൂടെ. ഇപ്പോഴാണെങ്കിൽ റീ റിലീസിൻ്റെ ബഹളമാണ്. ആ കാര്യത്തിൽ PVRനൊക്കെ കണ്ടുപഠിക്കണം. കഹോന പ്യാർ ഹെ ജാനുവരി 14 ഇറങ്ങിയ സിനിമയാണ് 2000. ആ സിനിമ റീ റിലീസ് ചെയ്യാനാണ്. അതിന് വരെ ആളുണ്ട്. PVR എന്തോരം സിനിമ റീ റിലീസ് ചെയ്യണം. ഞാൻ PVRനെ സിനിപോളിസിനൊന്നും കുറ്റവും ഞാൻ പറയത്തേ ഇല്ല. ഇത് ഐമാക്സ് ഇന്ത്യയുടെ കുഴപ്പമാണ്. നിങ്ങൾക്ക് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സാധനം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്നെ വെല്ലുവിളിക്കണം. നിങ്ങൾ ചെയ്ത് കാണിക്കും. നിങ്ങൾ കൊണ്ടുപോവാ കോണ്ടന്റ് കൊണ്ട് ഞാൻ മുണ്ടാവാത്തിരിക്കാം. ഇത് ഐമാക്സ് തിയേറ്റർ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു പിടിച്ച് ഇപ്പോൾ ഐമാക്സ് തിയേറ്റർ വന്നപ്പോഴേക്കും കോണ്ടന്റ് ഇല്ലാത്ത അവസ്ഥയാണ്. ഈ കണ്ണിക്കണ്ട ഭോജ്പൂരി ലെവൽ പടം കാണാൻ വേണ്ടിയിട്ടാണ് ഐമാക്സ് ഇവിടെ വേണമെന്ന് പറഞ്ഞ് ഞാനൊക്കെ ഇവിടെ കിടന്ന് മരിച്ചത്. ഇപ്പം ഐമാക്സ് വന്നിട്ട് ഐമാക്സിൽ പോകാനേ തോന്നാത്ത അവസ്ഥയാണ്. കാരണം എന്താ, ഈ ലെവല് പടങ്ങൾ അവിടെ കളിക്കുന്നത്. ഈ അപരാധമൊക്കെ ഇത്രയും പൈസ കൊടുത്ത് പോയി കണ്ടു കഴിഞ്ഞിട്ട് മനസ്സും അടുത്ത് ഐമാക്സ് വെറുത്ത് പോകും എന്നുള്ള പേടിച്ചിട്ടാണ് പല പടങ്ങളും കാണാൻ പോകാത്തത്. ഇവിടെ ഞാൻ ആലോചിക്കണേ, ഐമാക്സ് കൊച്ചിയിൽ ഇനോഗ്രൽ മൂവി പുഷ്പ 2, അതാണ് ഒരു ഐമാക്സ് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇടേണ്ട പടം. ഐമാക്സ് റേഷ്യോയിലുള്ള ഐമാക്സ് പടം വെച്ചിട്ട് വേണ്ട, അല്ലെങ്കിൽ ഐമാക്സ് ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫിലിംഡ് ഫോർ ഐമാക്സ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് എന്താണെന്നുള്ള. ഐമാക്സ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അറിയില്ലേ വാട്ട് ഇസ് ഫിലിംഡ് ഫോർ ഐമാക്സ് എന്നുള്ളത്? അറിയില്ലെങ്കിൽ ചേട്ടനോട് ചോദിക്കുക, പറഞ്ഞുതരാം. മാർക്കറ്റിംഗ് അറിയാവുന്നവർ പോലും പ്രോപ്പർ അല്ലാന്ന് ഞാൻ പറയും. കാരണം ഇൻസ്റ്റാഗ്രാം പേജ് അത്രയും കോമാളിത്തരമാണ്. അതിൽ ലെവൽ കോമാളിത്തരമാണ് ഇൻസ്റ്റാഗ്രാം പേജ് കാണിച്ചു വെച്ചിരിക്കുന്നത്. മാർക്കറ്റിംഗ് പോലും പ്രോപ്പർ അല്ല. ഇവരെന്തെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ? വളരെ ശോകം. ഐ ആം സൂപ്പർ ഡിസപ്പോയിന്റഡ് വിത്ത് ഐമാക്സ് ഇന്ത്യ. യു ഷുഡ് വാച്ച് ആൻഡ് ലേൺ ഫ്രം ഐമാക്സ് ഒഫീഷ്യൽ ഗ്ലോബൽ. അവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കണം. നിങ്ങൾക്ക് എന്താണ് ചെയ്യണത്? വെറുതെ അല്ല ഐമാക്സ് ഇവിടെ ഗുണം പിടിക്കാത്തത്. ഇന്ത്യയിൽ എങ്ങനെ ഗുണം പിടിക്കും? ഉണ്ടായിരുന്ന GT സ്ക്രീൻസ് ആയിട്ടുള്ള 5 തിയേറ്റർ ഷട്ട് ഡൗൺ ചെയ്ത് ഇപ്പോൾ ഒരെണ്ണത്തിൽ സിനിമയെ ഇല്ല. ആകെ ഒരെണ്ണോ ബാക്കിയുള്ള. അതായത് എപ്പോൾ വേണമെങ്കിലും മറ്റേ ചാവാറായി വെന്റിലേറ്റർ കിടക്കുന്ന അവസ്ഥയിലാണ് അത് പോണത്. കഷ്ടം തന്നെയാണ്. എങ്ങനെ ഐമാക്സ് ഇന്ത്യയിൽ ഗുണം പിടിക്കും ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ? ഇടേണ്ട പടം ഒന്നും അവിടെ ഇടൂല.
ആൾക്കാർക്ക് ആഗ്രഹമുള്ള പടം ഇടില്ല. ഇൻഡസ്ട്രിയലാണ് ആൾക്കാർ കിടന്ന് മരിക്കാണ്, കരയാണ്. ഫുള്ള് ഇവരുടെ ഏത് സോഷ്യൽ മീഡിയ പേജ് നോക്കി എല്ലാത്തിൻ്റെ അടിയിൽ ഇൻഡസ്ട്രിയലാറിൻ്റെ കമൻറ്റ് ഉണ്ടാവും. തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശോകം തന്നെയാണ്, ശോകം, വിഷമം കൊണ്ട് തന്നെ പറയാനാണ്, വളരെ ശോകം. ഇൻ മൈ ഒപ്പീനിയൻ IMAX India doesn't value customers. That is my opinion about you guys. If you do value customers, bring those movies that people are interested to watch in your venues. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയത് തന്നിട്ട് ഞങ്ങൾക്ക് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വെറുതെ നിങ്ങൾ വെച്ച് കിട്ടുന്ന വെറുതെ എടുത്ത് തിന്നാനൊന്നും താല്പര്യമൊന്നുമില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടൻസ് കൊണ്ടുപോവാ. ഇവിടെ നോളൻ്റെ എന്തോരം സിനിമ ഉണ്ട്, അത് റീറീസ് ആണെങ്കിൽ പോലും ആൾക്കാർ കാണാൻ വരും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ PVR പ്രസാദിനെയൊക്കെ ഒന്ന് കണ്ടുപഠിക്കും. അവരൊക്കെ ഇത് ടെനറ്റ് വരെ റീറിലീസ് ചെയ്ത് പ്രസാദ്. IMAXന്റെ പേര് കളയാനായിട്ട് കുറേ എണ്ണങ്ങൾ ഇവിടെ ഇന്ത്യയുടെ അവസ്ഥ തന്നെ ഇതാണ്. എന്തെങ്കിലും ഒരു വലിയ ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെയെങ്കിലും കുളം തോണ്ടുക എന്നുള്ള ഒരു പരിപാടിയാണ്. വലിയ വലിയ ബ്രാൻഡ്സൊക്കെ വെറുതെ അല്ല ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകണം. എത്ര നല്ല ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി വൈസ് കിടുവാണെങ്കിലും ഇവിടുത്തെ സർവീസസ് മൂലം മിക്ക ബ്രാൻഡും ഇന്ത്യയിൽ നിന്ന് പോണ അവസ്ഥയാണ്. ഇനി ഇതിനെ കൂടി ഇല്ലാണ്ടാക്ക്. ഞാൻ പറഞ്ഞില്ല 5 GT സ്ക്രീൻ ഉണ്ടായിരുന്നു, ഇപ്പം എവിടെ? ഇതാണ് കയ്യിലിരിപ്പ്. പ്രോപ്പറായിട്ടുള്ള ഒറ്റ സിനിമ ഇടൂല. എടേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അറിയില്ലേ? ഐ എം സീരിയസ്ലി ഡൗട്ട്ഫുൾ ഓഫ് യു ഗൈസ്. യു ഗൈസ് ഡോണ്ട് നോ വാട്ട് ഫിലിം ഫോർ IMAXs. ഈ ഫിലിം ഫോർ IMAX എന്ന് പറഞ്ഞ മൂവീസ് എന്താണ് നിങ്ങൾ ഇവിടെ ഇടാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ നോസ്ഫെറിറ്റു വാസ് ഫിലിംഡ് ഫോർ IMAX യൂസിങ് IMAX ക്യാമറ. എന്നിട്ട് അത് ഇടുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റ് ഇടുന്നതിന് പകരം DMR ചെയ്ത പടം കൊണ്ടുവന്നിടുന്നു. ഇട്ടോ ഭണ്ടാരം ഇടണ്ടെന്ന് പറയുന്നില്ല. നിങ്ങളുടെ സ്വന്തം കൊച്ചിനെ എടുത്ത് മാറ്റിയിരുത്തിട്ട് വല്ലവൻ്റെ കൊച്ചിനെയാണ് ഒക്കത്ത് കയറ്റിയിരുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണെന്നുള്ളത്. ദണ്ണം കൊണ്ടാണ് പറയുന്നത്. എന്തായാലും ദിസ് ഇസ് പത്തറ്റിക്. ഹൈ ടൈം യു ഗൈസ് ചേഞ്ച്. ദിസ് ഇസ് ദ ഡൗൺഫോൾ ഓഫ് IMAX ഇൻ ഇന്ത്യ എന്ന് ഞാൻ പറയും. അത്രയും മടുത്ത് വെറുത്തിട്ട് പല ആൾക്കാരുടെ അഭിപ്രായം എല്ലാം ചേർത്തിട്ട് ഞാൻ ഇവിടെ പറയണത്. എൻ്റെ അഭിപ്രായം ഇതിൻ്റെ അപ്പുറമാണ്. ഇതിന് നല്ല ഭാഷ എനിക്ക് ഉപയോഗിക്കാൻ അറിയാം. അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. എനിക്ക് അത്രയും കലിമൂർത്തി ഇരിക്കണേണ്. ഞാൻ എത്ര ദിവസമായി എന്നറിയാം ഈ സിനിമ IMAX വരാൻ വേണ്ടി നോക്കിയിരുന്നു വെച്ചത്, നോസ്ഫെറിറ്റു. ഇപ്പം എനിക്ക് IMAX കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. IMAX ഇല്ലോ, പകരം ഇട്ട് വെച്ചേക്കണ ഗെയിം ചേഞ്ചർ, അതിന് 500 രൂപയും. എനിക്ക് അങ്ങനത്തെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ വനിതയുണ്ട്, അല്ലെങ്കിൽ PXL ഉണ്ട്, എന്തൊക്കെ വേറെ വെന്യൂസ് ഉണ്ട്, എന്തോരം വേറെ തിയേറ്റേഴ്സ് ഉണ്ട്. അവിടെ പോയി കണ്ടാൽ പോരെ. സ്കോപ്പ് റേഷ്യോ പടം എനിക്ക് IMAX വന്ന് മറ്റേ നെറ്റിൻ്റെ അടിയും വെച്ച് കാണേണ്ട, ബ്ലാക്ക് ബാസ് വെച്ച് കാണേണ്ട എന്ത് ആവശ്യം ഇരിക്കുന്നത് ലെറ്റർ ബോക്സിങ്ങിൽ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ സ്ക്രീൻ പടം IMAX കാണിക്കാൻ പറ്റത്തില്ല? നിങ്ങൾ ഇവിടുത്തെ ഈ കോമാളിത്തരം എല്ലാം കൂടി ചേർത്തിട്ട് എനിക്ക് എന്തായാലും ഒരു മെയിലേക്കാണ്ട് IMAX ഗ്ലോബലിൽ. അത്രയും കോമഡിയാണ് നിങ്ങൾ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. നിങ്ങൾക്ക് ബേസിക്കലി കസ്റ്റമേഴ്സിന് ഒരു വിലയില്ലാന്ന് എനിക്ക് മനസ്സിലായി. This is not the problem of PVR or Cinepolis or Mirage or anybody. This is the major issue of IMAX India. And I'm speaking on behalf of everybody. അത്രയും ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഡിസ്ട്രെസ് പറയുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള. നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കി, ഉറപ്പാണ് അതിനകത്ത് നാട്ടുകാരുടെ മൊത്തം കമൻറ്റ് വരും. ഇതെന്തായാലും ഞാൻ അറിയിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ശോകോടെ ഇത്രയും നല്ല ഒരു IMAXൻ്റെ തിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന പടം ഒന്നും കൊണ്ടുവരില്ല. എന്നിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണ ഇമ്മാതിരി തൊല്ല പടങ്ങളും. വേറെ നിവൃത്തിയില്ല. IMAX ഇഷ്ടമുള്ളതുകൊണ്ട് അതും അവിടെ പോയി കാണുന്ന അവസ്ഥയാണ് ഇപ്പം. ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇൻറ്റർസ്റ്റെല്ലാർ റിലീസ് ചെയ്യുന്നില്ല, ഈ നോസ്ഫെറിറ്റു റിലീസ് ചെയ്യുന്നില്ല. ഇനി എന്തോരം പടങ്ങൾ ഇനി ഈ കൊല്ലം തന്നെ 10-17 പടങ്ങൾ ഫുൾ സ്ക്രീൻ റേഷ്യോയിൽ വരുന്നുണ്ട് IMAXൽ. ഇതൊന്നും റിലീസ് ചെയ്യാണ്ട് ഇവിടുത്തെ റീജിയണൽ മൂവി മാത്രം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് IMAX? പറയാനുള്ള ഞാൻ എവിടെയും പറയും. എനിക്ക് ഇവിടെ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. അത്രയും കോമാളത്തിൽ ഇവർ കാണിക്കണതെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇതിലൊരു ദയം ദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട. പറയേണ്ടത് നമ്മൾ എവിടെയും പറയും. IMAX ഈ കാണിച്ചു കൂട്ടുന്നത്, ഇന്ത്യയിൽ കാണിച്ചു കൂട്ടുന്നത്, IMAX ഇന്ത്യ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിവിടെ കോൾ ഔട്ട് ചെയ്യുന്നത്. I will definitely let IMAX Global know about this issue. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ബൈ.